നിങ്ങൾക്ക് നിങ്ങളടുത്ത് വന്ന് കാണാൻ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഈ ഒരു ഇന്ത്യയുടെ തന്നെ ഈ ഒരു പാർലമെന്റ് തലത്തിൽ അനിലേട്ടൻ ഉൾപ്പെടുന്ന, ശേഖരേട്ടൻ ഉൾപ്പെടുന്ന ആളുകൾ വലിയൊരു മാതൃകയാണ്. സാധാരണ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപൊന്നും എവിടെയും, ഞാനും എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ നിയോജകമണ്ഡലം, പാർലമെന്റ് എല്ലാ ആളുകളെയും സ്ഥാനാർത്ഥിയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ മണ്ഡലത്തിലെ പ്രവർത്തകരെ, കാരണം വാർഡിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന, വോട്ട് ചേർത്ത് എന്തിനും ഏതിനും പാർട്ടിക്ക് വേണ്ടി മറുപടി പറയുന്ന ആളുകളെ കണ്ടുകൊണ്ട് ഈ പാർലമെന്റിനെ പ്രതിനിധീകരിക്കാൻ സാധിച്ച ഒരേ ഒരു സ്ഥാനാർത്ഥി ഇന്ന് രമ്യ ഹരിദാസാണ്. അതിന് ഇവരോടൊക്കെ ഞാൻ നന്ദി പറയും. കാരണം അങ്ങനെ ഒരു തുടക്കമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നതിന്റെ പോരാട്ടത്തിലാണ്. ഈ രാജ്യത്തിന് ഐക്യവും അഖണ്ഡതയും മതേതരത്വവും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ കൊടുത്തിരുന്ന ഒരു ഇന്ത്യയുടെ ധീരവനിതയുണ്ട്. ആരായിരുന്നു? ശ്രീമതി ഇന്ദിരാഗാന്ധി. സിഖ് മതക്കാർ ഒരു ദിവസം വന്നു പ്രധാനമന്ത്രിയായിരിക്കുന്ന ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജ്യം വേണം. പഞ്ചാബിൽ ഞങ്ങൾ സിഖ് മതക്കാരാണുള്ളത്, ഞങ്ങൾക്കൊരു രാജ്യം വേണം. പ്രധാനമന്ത്രി വിചാരിച്ചാൽ ഞങ്ങൾക്കൊരു രാജ്യം തരാം. ശ്രീമതി ഗാന്ധി അവരുടെ ഓഫീസിൽ ഇരുത്തി ചായ കൊടുത്ത് ശ്രീമതി ഗാന്ധി അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ രാജ്യത്തിനെ കീറി മുറിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈ രാജ്യത്തിൽ നിന്ന് പഞ്ചാബിനെ കീറി മുറിച്ച് മറ്റൊരു രാജ്യമാക്കി നിങ്ങൾക്ക് അനുവദിച്ചു തന്നാൽ എന്റെ ശരീരം കീറി മുറിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ ഒരേ ഒരു പ്രധാനമന്ത്രി, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. വെടിയേറ്റ് വീണ് ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തതും ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. നിങ്ങൾ ആലോചിക്കണം, പാകിസ്ഥാനെ സഹായിക്കാൻ വരുന്നത് അമേരിക്കൻ കപ്പൽപ്പട കടന്നു വരുന്ന സമയത്ത് ശ്രീമതി ഗാന്ധി പറഞ്ഞ ഒരു വാചകമുണ്ട്. അമേരിക്കൻ കപ്പൽപ്പടയോട് പറഞ്ഞു, നിങ്ങൾ പാകിസ്ഥാനെ സഹായിക്കാൻ വരുന്നതൊക്കെ കൊള്ളാം, പക്ഷേ തിരിച്ചു പോകുമ്പോൾ ഇന്ത്യയുടെ സമുദ്രാതിർത്തി ലംഘിച്ചാൽ തിരിച്ചു പോകാൻ കപ്പലും ഉണ്ടാവില്ല, കപ്പിത്താനും ഉണ്ടാവില്ല എന്ന് ഉറക്കെ പറഞ്ഞ നട്ടലുള്ള ഭരണാധികാരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ദിരാഗാന്ധിയാണ്. നിങ്ങൾ ആലോചിക്കണം, ആ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ നമ്മുടെ രാജ്യത്തിന്റെ രക്ഷയ്ക്കായി, രാജ്യത്തിന്റെ കാവൽക്കാരനായി, ചെവികളും ഹൃദയവും വിശാലമായിരിക്കുന്ന മനസ്സും തുറന്നിട്ട് ജനങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നതിന് തയ്യാറെടുത്ത രാഹുൽ ഗാന്ധി കടന്നു വരുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിനാണ് നിങ്ങൾ രമ്യ ഹരിദാസിന് വേണ്ടി വോട്ട് ചോദിക്കുന്നത്. നിങ്ങൾ വീട് കയറി, സ്കൂളിൽ കയറി ചോദിക്കുന്ന ഓരോ വോട്ടും നിങ്ങളുടെ വിശ്വാസത്തിൽ എടുത്താണ്. നിങ്ങൾ ചോദിക്കുന്ന ആ വോട്ടിന്റെ പേരിൽ നാളെ തലകുറിക്കേണ്ട ഒരു സാഹചര്യം എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വാക്കുപറയുന്നു. ഈ 35-36 ദിവസം നിങ്ങൾ ഈ പ്രസ്ഥാനത്തിനും ഈ പാർട്ടിക്കും ഈ രാഹുൽ ഗാന്ധിക്കും രമ്യ ഹരിദാസിനും ഈ UDF-ന്റെ നേതാക്കന്മാർക്കും എല്ലാവർക്കും വേണ്ടി നിങ്ങൾ എടുക്കുന്ന പ്രവർത്തനം 35-36 ദിവസത്തേക്ക് നീണ്ടു കിടക്കുകയാണ്. ആ 35-36 ദിവസം നിങ്ങൾ എടുക്കുന്ന പ്രവർത്തനം അത് കഴിഞ്ഞ് ഭരണഘടന അനുശാസിക്കുന്ന 5 വർഷത്തിലേക്ക് എന്നെ ജനങ്ങൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ 36 ദിവസം നിങ്ങൾ ഓടി, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന പണി 5 വർഷം നിങ്ങളുടെ മുഖമായിട്ട് ജനങ്ങളുടെ മനസ്സിനുള്ളിൽ വികസനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിലൂടെ സാധാരണക്കാരന്റെ വീട്ടിൽ, ഏതൊരു പാവപ്പെട്ടവന്റെ എവരുടെയും വീട്ടിൽ ഉപയോഗിക്കുന്ന അടുക്കളയിൽ ഇരിക്കുന്ന ഉപ്പിനെ ആയുധമാക്കിയ മഹാത്മാഗാന്ധിയുടെ ജീവൻ ഗോഡ്സെ എടുത്തത് ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർത്ത് ഈ രാജ്യം ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റുന്നതിനാണ്. ആ ഗോഡ്സെയുടെ അജണ്ട നടപ്പിലാക്കുവാൻ കാത്തിരിക്കുന്ന നരേന്ദ്രമോദിയെ, അമിത്ഷായെയും ഈ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സ്കോഡ് കയറി, വീട് കയറി, വീടിന്റെ അടുക്കള വരെ കയറുന്ന സഹോദരിമാർ ചോദിക്കുന്ന വോട്ടാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട്, നിങ്ങളുടെ പ്രതിനിധിയായിട്ട് പാർലമെന്റിലേക്ക് നിങ്ങൾ തെരഞ്ഞെടുത്ത് അയക്കുന്നത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വലിയ ഒരു ജനാവലിയോട് കൂടി പോയിരിക്കുന്ന എല്ലാ പരിപാടികളും 13-15 വെഡിംഗ് ഡ്രസ് ഡിസൈൻ ചെയ്താൽ മതിയെന്ന് മകളാണ് പറഞ്ഞത്. അത് നന്നായി. നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ മറ്റൊരാൾ ഇട്ട് കാണുമ്പോഴുണ്ടാകുന്ന ഹാപ്പിനെസ്, അതും ഒരു ബ്രൈഡ് ആകുമ്പോൾ വെരി വെരി ഹാപ്പി. എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്കും വെഡിംഗ് ഡ്രസ്സിനൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ ചേർന്നപ്പോ എന്റെ ഡ്രീമും റിയൽ ആയി. ഓൾ ആ വെഡിംഗ് ഡ്രസ്സിൽ വന്നപ്പോ എന്റെ സാറേ വേറെ ലെവലായിരുന്നു. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കല്യാണം,
അതിപ്പോ മതിയായിരുന്നു എന്ന് തോന്നണം. വെഡിങ് തീമിൽ ചേച്ചിയുടെ കൂടെ ഞങ്ങളുടെ ഡ്രസ്സും ഡിസൈൻ ചെയ്തു. അവളുടെ കൂടെ ഞങ്ങൾക്കൊന്നും മിന്നിക്കണ്ടേ? ഒരു അച്ഛൻ എന്ന നിലയിൽ പറയാലോ, എന്റെ മകളുടെ ഇഷ്ടങ്ങൾ അതാണ് എനിക്ക് വലുത്. ഡ്രസ്സിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും സ്വന്തം ഡിസൈൻ സെൻസ് ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടതും വേണ്ടതും നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഡിസൈനർ സ്റ്റോറീസ് ബൈ KMT സിൽക്സ്, പെരിന്തൽമണ്ണ. ജനമനസ്സിനൊപ്പം ഒരു വസ്ത്രാലയം.